ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ കാണാനും ചിരിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള കോമഡികൾ കാണാനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കോമഡികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ മതി. കാരണം അമ്മാതിരിപ്പെട്ട ഓരോ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ നല്ല വെറൈറ്റി കുറെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്കറിയാം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പലയിടത്ത് നന്നായി വെള്ളം കയറുന്നുമുണ്ട്. അങ്ങനെ അത് കാരണം പലർക്കും പല നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിലും ചിലർക്കൊക്കെ അത് കാരണം നല്ല ബിസിനസ് അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രൊഡക്ഷനും പ്രോസസ്സിംഗും ഒക്കെ അവിടെ തന്നെ. ഇനി വിൽക്കാനൊരു കടയും അടുത്തൊരു ഓയിൽ മില്ലും കൂടി സെറ്റാക്കിയ തൃപ്തിയായി. നല്ലായിട്ട് ഏതൊരു മീൻ കൊത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മീനോ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ പല ആക്സിഡന്റുകളും സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു ആക്സിഡന്റ് കാണുമ്പോൾ പൊതുവെ നമുക്ക് പേടിയും സങ്കടവും ഒക്കെയാണ് തോന്നാറുള്ളത്. പക്ഷേ എല്ലാ ആക്സിഡന്റുകളും അങ്ങനെയല്ല. ഞങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചു മറിക്ക് നോക്കിട്ട് അവിടെ ഒരു പൊടി പോലും കാണാനില്ല ആശാനെ. എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. കൂട്ടുകാരൻ ഇതുവരെ താഴേക്ക് ആ കാറിലുള്ളവന്മാർ ഇപ്പോഴും വിചാരിക്കുന്നത് ആ ബോഡി കാറിന്റെ അടിയിൽ പോയിട്ട് തേഞ്ഞറിഞ്ഞില്ലാതായി പോയി എന്നാണ്. പക്ഷെ അവർ തപ്പിക്കൊണ്ടിരിക്കുന്ന ആ ബോഡിയാണ് അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അച്ചുവിന്റെ കഴിവല്ല അച്ചു എന്ന് പുറത്തെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇനി എന്തായാലും നമുക്ക് എല്ലാവർക്കും അച്ചുവിന്റെ പാട്ട് കേൾക്കാം. അവൻ ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് അവൻ തന്നെ കുറച്ചു നേരത്തേക്ക് ഒന്ന് പേടിച്ചു പോയി. പിന്നെ അത് അവന്റെ സൗണ്ട് അല്ലാന്ന് അറിഞ്ഞപ്പോഴാണ് ഒന്ന് തൃപ്തിയായത്. പൊതുവെ പോകുന്ന വഴിയിലൊക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ കണ്ടിടത്ത് കയറി ഒളിക്കുന്നതൊക്കെ ഒരു പതിവാണ്. പക്ഷെ എന്നാലും ഇത് കുറച്ച് കൂടുതൽ വെറൈറ്റി ആയി പോയി. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ടീം വർക്കിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഉയരങ്ങളിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് താഴെ വീഴും. അങ്ങനെ അജി മച്ചാന്റെ ഒരു മണിക്കൂറത്തെ ഇടിക്ക് ശേഷം എന്തേ നമ്മുടെ മാവ് റെഡിയായിക്കാണ്. ഇപ്പം പൊന്താനോ നമുക്ക് വെക്കണ്ടേ? ഓക്കെ, പൊന്തി കഴിയുമ്പോ നമ്മൾ ഇതിനെ ചുട്ടെടുക്കാൻ പോവാണ്. അജിക്ക് എന്തിനു വേണമെന്ന് പറഞ്ഞേ? 2 ഗ്ലാസ് കഞ്ഞോളം. ഓക്കെ, പോവാ. ചിലപ്പോൾ 2 റെഡ് ബുള്ളിനുള്ള എമൗണ്ട് ആ വീഡിയോയുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവും. എന്തായാലും പാവം ചിമ്മൻ ചേട്ടൻ. ദേഷ്യപ്പെട്ടു ഡയലോഗ് പറ. നിന്റെ എക്സ്പ്രഷൻ മാത്രം കണ്ടാ മതി. എന്ത് ദേഷ്യപ്പെട? എന്തേലും ഡയലോഗ് നിന്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കട്ടോ. എന്ത് പുല്ലേന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ഇവനിങ്ങനെ ജീവിച്ച് കാണിക്കുമെന്ന് പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ച് കാണിച്ച മറ്റൊരു അഭിനയ കുലപതിയെ കൂടി നമുക്ക് കാണാം. സ്പിരിറ്റാ സാർ, ഇതിലും സ്പിരിറ്റാ സാർ, ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ? കൈയ്യെടുക്ക് സാറേ. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനെ കേറിയണ്ടല്ലോ. ഈയിടെയായിട്ട് റൺവേ 2 വരുന്നുണ്ടെന്നൊക്കെ ഒരു ന്യൂസ് കേട്ടു. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നായക കഥാപാത്രത്തിലേക്ക് ദിലീപിന്റെ കൂടെ ശക്തമായ ഒരു കഥാപാത്രം കൂടി വേണമെങ്കിൽ അതിനെവിടെ പോകണമെന്ന് ഇപ്പൊ നമുക്കറിയാം.多谢这个手机壳。കോളടിച്ചല്ലോ. ഐഫോണൊക്കെയാണ് കളഞ്ഞിട്ടിരിക്കുന്നത്.
救了我手机一命。 കൈ വരെ എത്തിയത് വായ വരെ എത്താതെ പോയല്ലോ. പമ്പിലെ പയ്യനാകെ ഷോക്കായി പോയി. തന്റെ അത്രയും നാളത്തെ പമ്പിലെ കരിയറിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം കാണുന്നത്. മൃഗസ്നേഹികളുടെ പ്രിയപ്പെട്ട ബ്രീഡാണ് റോഡ് വീലർ. തിരനിറച്ച തോക്കിനേക്കാൾ അപകടകാരി എന്നാണ് വിദേശികൾ ഇവനെ വിശേഷിപ്പിക്കാറുള്ളത്. തിര നിറച്ച തോക്കിന് എന്താടാ ഈ ചെയ്ത് വെച്ചിരിക്കുന്നേ? പണിവാളി ഉള്ളിപ്പോ ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് അറിയില്ല. എന്തായാലും ചേട്ടന് നല്ല ബഹുമാനമുള്ള അന്യനാണ്, അത് മനസ്സിലായി. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമ്മൾ മനുഷ്യകുലം എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് നമ്മളിവിടെ ഈ കണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കുറേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ അത്യാവശ്യം വൈറലാവുന്നുണ്ട്. അങ്ങനെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ നല്ലതാണ്. പക്ഷെ എന്തിനെ കണ്ടാലും ഈ ഫോട്ടോഗ്രാഫി ഒന്നും പറഞ്ഞു പോകാൻ നിൽക്കരുത്. അങ്ങനെ പോയാൽ ചിലപ്പോൾ നമ്മുടെ ഫോട്ടോ മാലിട്ട് വെക്കേണ്ട അവസ്ഥ വരും. മറ്റേ റീൽ എടുത്താലേ ട്രെൻഡിങ്. മാസ് BGM ഒക്കെ ഇട്ട് കൊടുത്തതല്ലേ, ചിലപ്പോൾ അതിന്റെ ആവശ്യത്തിൽ വന്നതായിരിക്കും. പലപ്പോഴും മൃഗങ്ങളുടെ തലയൊക്കെ കുടത്തിലും കലത്തിലും ഒക്കെ കുടുങ്ങിപ്പോയതായിട്ട് നമ്മൾ പല കഥകളിലും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് പിന്നെ മൃഗങ്ങളല്ലേ, അവർക്ക് അത്ര വിവേകബുദ്ധിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ആ കാട്ടിൽ ചിലപ്പോൾ താൻ വലിയ പുള്ളിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. പിന്നെ അകാലത്തിൽ അന്തരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുറപ്പെണ്ണ് എന്റെ ചെമ്പഴത്തിയുടെ മുഖസാദൃശ്യമുള്ളതിന്റെ പേരിൽ മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോറടിക്കാൻ നോക്കിയതാ. ഇവിടെ കിടന്നാലും സാഹചര്യങ്ങളുടെ ആ ഒരു സമ്മർദ്ദം കാരണം ചെക്കന് എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടിപ്പോയതായിരിക്കും. അവതാറിന്റെ രണ്ടാം ഭാഗമായ അവതാർ ദ വേ ഓഫ് വാട്ടർ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഡിലീറ്റഡ് വേർഷൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. அச்சரா பலே வெள்ளை தேவா ஆரம்பிச்சிட்டாங்களா? தெரியாம கேட்டதா, தெரியாம ஐயோ எவனே தெரியல எனக்கு. ஐயப்பா வளர்ச்சா சொல்றானே. ஐயோ டேய் ஏய் போக்கி வேணாடா. டேய் உடா. டேய் இருக்குன்னு சொல்லு, இல்லையே சொல்ல வேண்டியதா. ஏன்டா அப்படி வளர்ச்சி வர்றாங்க? தள்ளியாகி ஐயோ பறக்கி வர்றானே. ஐயோ சவறு வச்சுட்டாங்களே வழியிலே. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.